വചനമൊഴി സെപ്റ്റംബർ 11. വചനഭാഗം വെളിപാട് 22:10-19, മത്തായിയുടെ സുവിശേഷം 25:1-13. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് വ്യത്യസ്ത ഉപമകൾ പറഞ്ഞിട്ടുള്ളതുപോലെ 25-ാം അധ്യായത്തിൽ സ്വർഗരാജ്യ പ്രവേശനത്തെക്കുറിച്ച് പറയുന്ന ഉപമയാണ് ഇന്ന് നാം സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. മണവാളനെ സ്വീകരിക്കുവാൻ പുറപ്പെടുന്ന 10 കന്യകകളുടെ ഉപമ. വിവേകമതികളായ 5 പേരും വിവേകശൂന്യകളായ 5 പേരും. വിവേകമതികൾ വിളക്കിനൊപ്പം എണ്ണയും കരുതിയിരുന്നു. അതിനാൽ മണവാളൻ വരാൻ വൈകിയപ്പോഴും തങ്ങൾ ഉറങ്ങിയപ്പോഴും ആകുലതകളില്ലാതെ കാത്തിരിപ്പാൻ സാധിച്ചു. മണവാളൻ വന്നപ്പോൾ അവനെ എതിരേൽക്കുവാനും അവനോടൊപ്പം അകത്ത് പ്രവേശിക്കുവാനും കഴിഞ്ഞു. അവർ ഏതു നിമിഷവും മണവാളനെ സ്വീകരിക്കുവാൻ സജ്ജരായിരുന്നു. നമ്മുടെ ജീവിതമാകുന്ന വിളക്കിനൊപ്പം സത്കൃത്യങ്ങളാകുന്ന എണ്ണ കരുതിയാൽ, പരസ്നേഹ പ്രവൃത്തികളും പുണ്യങ്ങളും കൊണ്ട് ജീവിതത്തിൽ പ്രകാശപൂരിതമാക്കിയാൽ, മിശിഹ വരുമ്പോൾ അവനെ സ്വീകരിക്കുന്നതിനും അവനോടൊപ്പം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനും നമുക്ക് സാധിക്കും. ഒരുപാട് പുസ്തകത്തിൽ നിന്നുമുള്ള വായനയിൽ പറയുന്നത് മിശിഹ വരുമ്പോൾ ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും എന്ന കാര്യമാണ്. ജാഗ്രതയോടെ വിശുദ്ധ ജീവിതം നയിച്ച് മിശിഹയുടെ ആഗമനത്തിൽ അവിടുത്തെ സ്വീകരിക്കുന്നതിനും സ്വർഗരാജ്യ പ്രവേശനത്തിനും യോഗ്യരാകുന്നതിന് നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.